ഹലോ ഗൈസ്, അപ്പോൾ ഈ ക്ലേ എങ്ങനെയാ നമുക്ക് വീട്ടിലുണ്ടാക്കുന്നത് നോക്കിയാലോ. നമ്മൾ ഇന്ന് ഈ ഹോം മെയ്ഡ് ക്ലേ ഉണ്ടാക്കുന്നത് വാൽപുട്ടി വെച്ചിട്ടാണ് കേട്ടോ. ഇത് ഈ ഒരു സ്പൂണിലാണ് നമ്മുടെ ഇന്നത്തെ എല്ലാ മെഷർമെന്റും എടുത്തിട്ടുള്ളത്. നമുക്കിവിടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാൽപുട്ടിയും ഫെവിക്കോളും ആണ്. ആൻഡ് ഫെവിക്കോൾ MR ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് കുറച്ച് വെള്ളമാണ്. ഇത് സാധാ വെള്ളമാണ് കേട്ടോ, 7up ഒന്നും അല്ല. ഞാൻ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ എപ്പോൾ വെള്ളം ഇതുപോലെ കുപ്പിയിലെടുക്കുക. പിന്നെ ഇതേ ഈ ഒരു പ്ലാസ്റ്റിക് റോളുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം നമുക്ക് ക്ലേ എയർ ടൈറ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ വാൽപുട്ടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. വാൽപുട്ടി ഇങ്ങനെ അരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുത്തതിൽ കുറച്ചൊക്കെ കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു. നോർമൽ വാൽപുട്ടി ആണെങ്കിൽ ഇങ്ങനെ അരിക്കേണ്ട ആവശ്യം വരില്ല, കാരണം നല്ല ഫൈൻ ആയിട്ടായിരിക്കും അത് ഓൾറെഡി ഉണ്ടാവുക. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഗമ്മാണ് വേണ്ടത്. ആൻഡ് ഞാൻ റേഷ്യോ പറഞ്ഞില്ലല്ലോ, 3:1 ആണ് നമ്മുടെ ക്ലേ ഉണ്ടാക്കാനുള്ള വാൽപുട്ടി ആൻഡ് ഫെവിക്കോൾ റേഷ്യോ. അപ്പൊ ഞാൻ ഈ ഒരു സ്പൂണിൽ 3 വോളിയം ആണ് വാൽപുട്ടി എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് 1 വോളിയം ഫെവിക്കോൾ ഉപയോഗിക്കുന്നു. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്ന സമയത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. അവസാനം എന്താ, നമുക്ക് ഇതുപോലൊരു പരുവത്തിൽ നിൽക്കും. ഇനിയത്തെ നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നന്നായിട്ട് കുഴച്ച് നല്ല പരുവത്തിലാക്കി എടുക്കലാണ്. നന്നായിട്ട് കുഴക്കുക, എത്രമാത്രം കുഴക്കാൻ പറ്റുന്നോ അത്രയും കുഴക്കുക, കാരണം അത് എന്നാൽ മാത്രമേ അത്രയും സെറ്റ് ആവത്തുള്ളൂ. ഇതേ നമ്മുടെ ക്ലേ ഇപ്പൊ ഈ പരുവത്തിലായിട്ടുണ്ട്. കുഴച്ചിട്ട് ഈ കുഴക്കുന്ന സമയത്ത് ഇത് എക്സ്ട്രാ ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. ആൻഡ് വല്ലാണ്ട് സ്റ്റിക്കി ആയിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അതിൽ കുറച്ച് പൊടി ആഡ് ചെയ്യുക, വാൽപൊട്ടീന്റെ പൊടി ആഡ് ചെയ്യുക. ഇനി ഇതുപോലെ നിങ്ങളുടെ പാമിൽ വെച്ച് നോക്കുമ്പോൾ പാമിൽ സ്റ്റിക്കി ആവുന്നില്ലെങ്കിൽ നിങ്ങളുടെ ക്ലേ സെറ്റായി എന്നാണ് അർത്ഥം. ആൻഡ് വിരലിന് സ്റ്റിക്കി ആവും, പക്ഷെ പാമിന് സ്റ്റിക്കി ആവില്ല. അതാണ് ക്ലേയുടെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ക്ലേ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ നിങ്ങൾ ഇപ്പൊ തന്നെ ക്ലേ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്ലാസ്റ്റിക് കവർ കൊണ്ട് പൊതിഞ്ഞ് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെക്കാം. ഇപ്പൊ ഞാൻ ഈ ക്ലേ കൊണ്ട് എന്തായാലും ചെറുതായിട്ട് ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാനിത് സ്റ്റോർ ചെയ്യുന്നില്ല. അപ്പൊ ഉണ്ടാക്കുന്ന വീഡിയോ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ക്ലേ വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം കമന്റ് ചെയ്യാം. വി വിൽ കം ബാക്ക് സൂൺ.